എക്സ്പാറ്റ് സ്പോർട്ടീവ് ദോഹയിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റിൽ വൻ ജനപങ്കാളിത്തം. 800ഓളം പേരാണ് വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ഇന്ത്യയുടെയും ഖത്തറിന്റെയും സാംസ്കാരിക വൈവിധ്യം വിളംബരം ചെയ്ത മാർച്ച് പാസ്റ്റും അരങ്ങേറി. ദോഹയിലെ ആസ്പെർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഖത്തറിലെ പ്രവാസികളുടെ ഏറ്റവും വലിയ സ്പോർട്സ് മീറ്റുകളിൽ ഒന്നായ കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റിന് ദോഹയിലെ ആസ്പെയർ പാർക്കിൽ അതിഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അതിമനോഹരമായി സംഘടിപ്പിച്ച മാർച്ച് പാസ്റ്റ് ആയിരുന്നു. 10 ടീമുകളാണ് ഇതിൽ ഈ മാർച്ച് പാസ്റ്റിൽ അണിനിരുന്നത്. 100 കണക്കിന് പേരാണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായത്. ഞങ്ങളെ അടിപൊളി പരിപാടികളാണ്. എല്ലാം നല്ല നടന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പറായിരുന്നു. അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഏതൊക്കെ മത്സരങ്ങൾ? ഞാൻ ഷോർട്ട് പുട്ട് അടിച്ചോ? സമ്മാനം അടിച്ചില്ല. നെക്സ്റ്റ് ടൈം പങ്കെടുക്കുക എന്നുള്ള പ്രധാനം അല്ലേ? അപ്പോ പങ്കെടുക്കുക എന്നുള്ള പ്രധാനം. കൊച്ചു കുട്ടികളുണ്ട്. കേരളത്തിന്റെ തനത് വേഷവിധാനങ്ങളോടുകൂടെ കലാരൂപങ്ങളൊക്കെ പ്രദർശിപ്പിച്ച ഒരു ഗംഭീര ഘോഷയാത്രയായിരുന്നു. ഹലോ, എന്താ പേര്? തമ്പുരു. എന്തിലാ പങ്കെടുത്തേ? മത്സരത്തില് പങ്കെടുത്ത മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത അടിപൊളിയായോ? ആണല്ലേ? അമ്മയാണോ? സുഖം. മൊത്തത്തിൽ പരിപാടി നല്ല ഹാപ്പി, നല്ല പരിപാടിയാണ്. അപ്പം നിരവധി പേർ ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് കാണാവുന്നവരെ ചാച്ചാജി ഉണ്ട്, അതുപോലെ നല്ല ഒപ്പന കളിക്കുന്ന കുട്ടികളുണ്ട്, കരാട്ടക്കാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലേ? ഹലോ, ഇതാരാ? കാണുന്നില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? മത്സരത്തിൽ പങ്കെടുത്തോ? ഇല്ല. ബാറ്റ്മാൻ എന്തിലൊക്കെ പങ്കെടുത്തു? ഒന്നിലും പങ്കെടുത്തില്ല. അടുത്ത തവണ പങ്കെടുക്കോ? അടിപൊളിയായിരുന്നു, സൂപ്പറായി. ഇത് ഞങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ്. എന്നിരുന്നാൽ പോലും അതിഗംഭീരമായി ഞങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തു? ഞാൻ പങ്കെടുത്തില്ല, പക്ഷെ ഞങ്ങളുടെ മെമ്പേഴ്സ് അതിഗംഭീരമായിട്ട് എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ മുതിർന്ന ആളുകൾ വരെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന് ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത ഗെയിംസിലും അത്ലറ്റിക്സിലും പങ്കെടുത്ത താരങ്ങളെ ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ ആസ്പെയർ സോണിൽ ഇവിടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒത്തുകൂടിയിരുന്നത്. ദോഹയിലെ ആസ്പെയർ സോണിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.